NSS SNDP ഐക്യം യാഥാർത്ഥ്യമാകുമ്പോൾ ഹിന്ദു വിശാല സഖ്യം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയാണെന്നതിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രൂപപ്പെട്ട ഐക്യ നീക്കം ഏറെ ദിവസത്തെ കൂടിയാലോചനകൾക്ക് ശേഷമാണെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇടത് വലത് മുന്നണികൾക്കുമേൽ സമ്മർദ്ദ ശക്തിയാവുക എന്ന നീക്കമാണ് ഇരു പ്രബല സമുദായ നേതൃത്വങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി വിനോദ് ചേർന്നു. വിനോദ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊരു ഐക്യ നീക്കത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പുറമേക്ക് സ്വാഗതം ചെയ്യുമ്പോഴും ഇരു കൂട്ടർക്കും ആശങ്കകളുണ്ട്. ഇത് ഏത് നിലയ്ക്കാവും പോവുക, എന്താണ് ഇവരുടെ ലക്ഷ്യം, തിരിച്ചടിയാവുമോ, അങ്ങനെ പല പല ആശങ്കകളുണ്ട്. എന്തൊക്കെയാണ് രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ? ശ്രീജ, മുൻകാലങ്ങൾ പരിശോധിച്ചാൽ സമുദായ സംഘടനകൾ ഒരു തീരുമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രീയ ഇടപെടലിലേക്ക് ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ പോലും വെള്ളാപ്പള്ളി തോൽപ്പിക്കണമെന്ന് പറഞ്ഞ നേതാക്കളൊക്കെ ജയിച്ച ചരിത്രമൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അങ്ങനെ പരസ്യമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഈ ഇരു നേതൃത്വങ്ങളെയും തള്ളുന്ന രീതിയിൽ, സുകുമാരൻ നായരെയോ വെള്ളാപ്പള്ളി നടേശനെയോ തള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന തരത്തിലേക്കൊന്നും നേതാക്കൾ വരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി കാണണം. ഏതാണ്ട് വോട്ട് ഷെയർ പരിശോധിക്കുമ്പോൾ, ഈ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ 40% ഉണ്ട് നായർ സമുദായവും ഈഴവ സമുദായവും കൂടിച്ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും നേതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമല്ല, ഈ ഐക്യ നീക്കത്തെ കാണേണ്ടതും പെട്ടെന്നൊരു വികാരത്തിൽ വെള്ളാപ്പള്ളി മലപ്പുറം പരാമർശം നടത്തുന്നു, ലീഗിനെതിരെ തുടർച്ചയായി ആഞ്ഞടിക്കുന്നു, തിരികെ ചില വിമർശനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ VD സതീശനെ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അങ്ങനെ വൈകാരികമായൊരു ഘട്ടത്തിൽ വീണ്ടും ഒരു നായരീഴവ ഐക്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞു. ആ തരത്തിലേ അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നായരീഴവ ഐക്യത്തെക്കുറിച്ച് NSSും SNDPയുമായുള്ള ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്ന, ഒരു നിമിഷം പോലും ആലോചിക്കാതെ വ്യക്തിപരമായി അതിനെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് സുകുമാരൻ നായർ പോയിരുന്നു. ആ ദിവസം തന്നെ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റിനെ സ്വാഗതം ചെയ്തു. അതിനർത്ഥം രണ്ടാമതൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ നേതൃത്വവുമായി ചർച്ച നടത്താതെ തന്നെ ഒറ്റയടിക്ക് സുകുമാരൻ നായർ അതിനെ സ്വാഗതം ചെയ്യുന്ന നിലയുണ്ടായി. അതിനർത്ഥം ഈ വോട്ട് ബാങ്ക് തന്നെയാണ്. മാത്രമല്ല, പണ്ട് സമദൂരമോ അല്ലെങ്കിൽ ശരിദൂരമോ ഒക്കെ തന്നെ ഈ നേതാക്കൾ പറയുമായിരുന്നെങ്കിലും ചില മുന്നണികളോട് ഒരു ആഭിമുഖ്യം പുലർത്തുന്ന നിലയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലും ചില വ്യത്യാസം നമുക്ക് കാണാം. VD സതീശനെ ഈ രണ്ട് നേതാക്കളും ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ കോൺഗ്രസിനെ അപ്പാടെ പറയുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ടെന്ന് സുകുമാരൻ നായർ പറയുന്നു മുഖ്യമന്ത്രിയാകാൻ. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും വേണുഗോപാലും മുഖ്യമന്ത്രിയായാൽ എന്ത് കുഴപ്പമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. അതേസമയം ഇടത് നേതാക്കളുമായി, പ്രത്യേകിച്ച് CPM നേതാക്കളുമായി ഇരുവരും അടുത്ത ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF വന്നാലും UDF വന്നാലും ഈ രണ്ട് സമുദായ സംഘടനകൾക്കും സർക്കാരിനുള്ളിൽ ഒരു സ്വാധീനമുണ്ടാകും. ആ തരത്തിൽ തന്നെയാണ് ഇവർ വളരെ തന്ത്രപരമായ നീക്കം നടത്തുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിയെ ഉയർത്തിക്കാട്ടുകയോ മറ്റൊരു മുന്നണിയെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നില്ല. രണ്ട് പക്ഷത്തും ചില നേതാക്കളെ ഒപ്പം നിർത്തി അവർക്ക് വേണ്ടിയുള്ള ഒരു, നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ PR വർക്ക് എന്ന് പറയുന്നത് പോലെ മറ്റൊരു തരത്തിൽ ചില നേതാക്കളെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം തന്നെയാണ് ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇടതുപക്ഷം ഇവിടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കാലങ്ങളായി വെള്ളാപ്പള്ളി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് വിമർശകർ പറയുന്നത് ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസ് കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, അതിൽ അദ്ദേഹത്തിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊണ്ടു. SN ട്രസ്റ്റിനും SNDP യോഗത്തിനും കീഴിലുള്ള സ്കൂളുകളിൽ നിയമന അധികാരം അല്ലെങ്കിൽ നിയമനത്തിനുള്ള അനുമതി സർക്കാർ നൽകുന്നു. NSSനും ഇതേ കാര്യമാണ്. അവിടെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ തെറ്റി നിൽക്കുന്നത്. NSSന് നൽകിയ അനുമതികൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് തങ്ങൾക്ക് നൽകുന്നില്ല എന്ന ചോദ്യം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ഈ രണ്ട് നേതൃത്വങ്ങളുമായും സർക്കാർ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, NSSൻ്റെ ഈ മന്ത്രിസഭയിലെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നായർ സമുദായ അംഗങ്ങളായ കൂടുതൽ മന്ത്രിമാരാണ് പിണറായി മന്ത്രിസഭയിലുള്ളത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ NSS ഇപ്പോൾ ഇടതുപക്ഷമായി തെറ്റിമാറേണ്ട സാഹചര്യമില്ല. SNDP അങ്ങനെ തെറ്റിമാറേണ്ട ഒരു സാഹചര്യമില്ല. ഈ നേതൃത്വങ്ങളോ രണ്ടും സർക്കാരുമായി അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വേണുഗോപാലിനെയും ചെന്നിത്തലയും കൈവിടാതെ കോൺഗ്രസിന് വേണ്ടി കൂടി സംസാരിക്കുന്ന ഒരു നില കൂടി നമുക്ക് കാണേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി പറയേണ്ടി വരുന്നത്, ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു ഐക്യമായി തന്നെ കണക്കാക്കണം എന്ന കാര്യം. ശ്രീജ.
വിനോദ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണോ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത്ര കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ ഈ സമുദായ സംഘടനകൾ പോകാൻ കാരണം? അതായത് ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ലീഗിന് പ്രാമുഖ്യം കിട്ടുമോ? ഇന്നത്തെ പ്രമേയത്തിൽ കൂടി വെള്ളാപ്പള്ളി ലീഗിനെതിരെയുള്ള അല്ലെങ്കിൽ SNDP യോഗം ലീഗിനെതിരെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. മറുവശത്ത് VD സതീശനെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്ന VD സതീശനെതിരായ ആരോപണങ്ങളിൽ യാതൊരു ഇളവുമില്ല. അത് VD സതീശനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ഒരു ആയുധമാക്കിയെങ്കിൽ അതിൽ മാത്രമാണല്ലോ NSS ഒരു വിശദീകരണം വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തീർച്ചയായും VD സതീശൻ മാത്രമല്ല അവരുടെ ലക്ഷ്യം എന്നത് വ്യക്തമാണ്. ഇതിലൊരു കോമൺ ഫാക്ടർ എന്നതാണ് VD സതീശനോട് ഈ രണ്ട് നേതാക്കൾക്കും താല്പര്യമില്ല, അനഭിമതനാണ് എന്ന കാര്യം. കാരണം 2011 തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൽ VD സതീശൻ മന്ത്രിയാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അന്ന് NSSന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് VS ശിവകുമാറിന് വേണ്ടിയാണ് അന്ന് NSS കൂടുതൽ നിലപാട് സ്വീകരിച്ചതും, അല്ലെങ്കിൽ ശിവകുമാറിനെ മന്ത്രിയാക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു NSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ആരോഗ്യമന്ത്രിയായി ശിവകുമാർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. VD സതീശൻ അവിടെ തഴയപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ പോലും പറഞ്ഞിരുന്നു, പറവൂരിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് തങ്ങളുടെ ഒരു മന്ത്രി വരും എന്നത്. പക്ഷേ താൻ മന്ത്രിയായില്ല. പക്ഷേ അവിടെ നിരാശയുണ്ടായില്ല. വീണ്ടും കൂടുതൽ വോട്ടിന് താൻ അവിടെ ജയിക്കുകയാണ് ചെയ്തതെന്ന കാര്യമാണ് സതീശൻ പറയുന്നത്. ആ സമയം മുതൽ തന്നെ സുകുമാരൻ നായരും സതീശനുമായി വലിയ അടുപ്പത്തിലായിരുന്നില്ല, ചർച്ചയിലായിരുന്നില്ല. പക്ഷേ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശൻ പെരുന്നയിൽ ചെല്ലുകയും അവിടെ തിണ്ണനിരങ്ങി എന്നതാണ്. 1.5 മണിക്കൂർ തൻ്റെ മുമ്പിൽ വന്നിരുന്നു എന്ന കാര്യമാണ് സുകുമാരൻ നായർ പറയുന്നത്. വെള്ളാപ്പള്ളിയെ കാണാനോ അല്ലെങ്കിൽ ആ തരത്തിലൊരു ആശയവിനിമയത്തിന് പോലും സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് തന്നെ മുസ്ലിം ലീഗ് ആ സമയത്ത് ചിത്രത്തിലുണ്ടായിരുന്നില്ല. ആദ്യം ഒരു പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് മുസ്ലിം വിരുദ്ധമാണെന്ന നിലപാടിൽ സതീശൻ രംഗത്തെത്തുന്നു. പിന്നീടാണ് വെള്ളാപ്പള്ളി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. OBC വിഭാഗത്തിൽ വരുന്ന മുസ്ലിങ്ങളും ഈഴവരുമുള്ളപ്പോൾ UDF സർക്കാർ വരുമ്പോൾ അതുവരെ ഒപ്പം നിന്ന് സമരം ചെയ്തിട്ട് പിന്നീട് പാലം വലിക്കുന്ന രീതിയാണ് മുസ്ലിം ലീഗ് കാണിക്കുന്നത് എന്നൊരു കാര്യം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരികയും ആ ഒരു നിലപാടുമായി അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. മുസ്ലിം ലീഗ് എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു അറ്റാക്ക് UDF കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് നേരെ ഉണ്ടായത്. അവിടെ ആ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമായിരുന്നു എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം പെട്ടെന്നൊരു വികാരത്തിൻ്റെ പേരിൽ ഒരു ഐക്യത്തിലേക്ക് പോയതല്ല. NSSും SNDPയും വളരെ കാലമായി ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനം ഇപ്പോൾ നടപ്പായിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. R ശങ്കറും മന്നത്ത് പത്മനാഭനും 60കളുടെ തുടക്കത്തിൽ ഹിന്ദു മഹാമണ്ഡലം എന്ന പേരിൽ ഒരു നായരീഴവ ഐക്യം കൊണ്ടുവന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ ഭരണസമിതിയിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. അന്ന് സ്വതന്ത്ര തിരുവിതാംകൂറിനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന നടത്തണമെന്ന് SRCP ആവശ്യപ്പെട്ടപ്പോൾ ഇരു നേതാക്കൾ ഒരുമിച്ച് അത് ചെയ്തതാണ്. അതിനുശേഷം നാരായണ പണിക്കരും വെള്ളാപ്പള്ളിയുമായി നായരീഴവ ഐക്യം കൊണ്ടുവന്നു. അത് പിന്നീട് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ആദ്യത്തേതും ആ തരത്തിൽ തന്നെയാണ്. ഇതെല്ലാം സംഭവിച്ചത് സംവരണം എന്ന ഒരു കാര്യത്തിലാണ്. കാരണം NSS എക്കാലത്തും ആവശ്യപ്പെടുന്നത് സാമ്പത്തിക സംവരണവും SNDP എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത് സാമുദായിക സംവരണവുമാണ്. PSC നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തർക്കങ്ങൾ വലിയ കാലങ്ങളായി സുപ്രീം കോടതി വരെ കേസിന് പോകുന്ന നിലയുണ്ടായിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നേതാക്കൾ വലിയ വിശദീകരണം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഐക്യമായി ഇതിനെ കാണേണ്ടി വരുന്നത്. അടിസ്ഥാന വിഷയങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല, ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ രണ്ട് സമുദായ നേതാക്കളും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഐക്യ നീക്കം എത്ര കാലം നിലനിൽക്കും എന്നത് വളരെ പ്രസക്തമായ ചോദ്യമായി മാറുകയും ചെയ്യുന്നു. ശ്രീജ. ശരി, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.